വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ്. ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം, മാർക്കറ്റ് പലതവണ ഈ ഏരിയയിലേക്ക് ഇറങ്ങി വന്ന് നല്ല രീതിയിൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അഥവാ റിജക്ഷൻ തന്നിട്ടുണ്ട്. അത് റിജക്ഷൻ തന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോയിട്ട് ഒരു പ്രത്യേക ഏരിയയിൽ നോക്കിയാൽ കാണാം, ഈ ഏരിയയിൽ വന്നതിന് ശേഷം മാർക്കറ്റ് താഴോട്ടേക്കും വന്നിട്ടുണ്ട്. അതായത് നല്ലൊരു സ്ട്രോങ് ആയുള്ള ഒരു കൺസോളേഷൻ റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ മുകളിൽ നിന്ന് റിയാക്ഷൻ കിട്ടിയ ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ടും താഴെ നിന്ന് റിയാക്ഷൻ കിട്ടിയ ഏരിയനെ സപ്പോർട്ടായിട്ടും എടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് നോക്കുന്ന സമയത്ത്, ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു കൺസോളേഷൻ ആണെന്നുള്ളത്. താഴോട്ടേക്ക് വന്നതിന് ശേഷം നോക്കിയാൽ കാണാം, മാർക്കറ്റ് താഴോട്ടേക്ക് വന്നതിന് ശേഷം ഈ റേഞ്ചിൽ നല്ല രീതിയിൽ ഒരു കൺസോളേഷൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലേക്ക് ഒരു എൻട്രി ഉള്ളൂ. അതല്ലെങ്കിൽ തന്നെ താഴോട്ടേക്ക് വന്നാൽ, എക്സ്പെഷ്യലി ഈ ഒരു റേഞ്ചിന്റെ താഴോട്ടേക്ക് വന്നാൽ മാത്രമേ നമുക്ക് വലിയൊരു സെല്ലിംഗ് ഉള്ളൂ. അത് വലിയ രീതിയിലുള്ള സെല്ലിംഗ് കാണുന്നുള്ളൂ. എനിവേ, നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് ചെറിയ ടൈം ഫ്രെയിമിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒന്നുകൂടി അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മറ്റു ചില കീ ഏരിയാസും കൂടി കാണുന്നുണ്ട്. ഒന്ന് ഈ റെസിസ്റ്റൻസ് ഏരിയ, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് സപ്ലൈ തന്നിട്ടുണ്ട്. ഇന്നും നോക്കിയാൽ കാണാം, ഈ ഏരിയയിലേക്ക് വന്നിട്ട് ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എവിടം വരെ വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ടില്ല. അതെന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള ഏരിയാസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ഏരിയ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഇവിടുത്തെയും പ്രത്യേകത നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് റീടെസ്റ്റ് എടുത്താണ്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ 2 ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് താഴോട്ടേക്ക്. ഈ ഒരു ലെവലിലേക്ക് ആണ് വെക്കിയിരിക്കുന്നത്. അതിനൊരു കാരണം എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് വന്ന് മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ നേരത്തെ വരച്ച 1 ഡേ ചാർട്ടിന്റെ സപ്പോർട്ടായിരുന്നു. 1 അവറിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്കിയാൽ കാണാം, ഇവിടെയും മാർക്കറ്റ് പലതവണ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇതും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും ഏരിയകളാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു ബൈ എൻട്രിയും അതുപോലെ തന്നെ സെൽ എൻട്രിയും കാണുന്നുണ്ട്. ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നോക്കിയാൽ കാണാം, ഒരു ബ്രേക്ക് ഔട്ട് തന്നു പോയതാണ്. ആ ബ്രേക്ക് ഔട്ട് തന്ന ഏരിയയിൽ ഒരു ഇംബാലൻസും കൂടിയുണ്ട്. അപ്പൊ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവാണ്, അല്ലെങ്കിൽ അടുത്തൊരു ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. ബൈ എൻട്രി എന്ന് പറയുന്നത് വളരെ ചെറിയ ടാർഗറ്റ് വെക്കേണ്ടി വരും. ഈ റേഞ്ചിലേക്കൊക്കെ ടാർഗറ്റ് വെച്ചിട്ട് ഒഴിവായി പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബൈ എൻട്രി കാണുന്നത്. ഇനി അടുത്തൊരു സെൽ എൻട്രി എന്ന് പറയുന്നത്, ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിൽ നിന്ന് അല്ല ഇതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വീഴുകയാണെങ്കിൽ ഒരു സെൽ എൻട്രി കാണുന്നുണ്ട്. ആ ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വീഴുന്ന സമയത്ത് കിട്ടുന്ന ഒരു സെൽ എൻട്രി ഏറെക്കുറെ ഈ ഒരു റേഞ്ച് വരെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എക്സ്പെഷ്യലി ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സ്വിങ്ങിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴോട്ടേക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഏറെക്കുറെ ഈ റേഞ്ച് വരെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു റീടെസ്റ്റ് വരാനുണ്ട്. റീടെസ്റ്റിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് എത്തിയേക്കാം. അപ്പോ ഇവിടം വരെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ട്, സെൽ എൻട്രി പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് എൻട്രീസ് ഒന്നും ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഒരു കൺസോളേഷൻ റേഞ്ചിലായതുകൊണ്ട് പറയാൻ കഴിയില്ല. ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടാണ് ഇപ്പോൾ റീടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങുന്നത്. എന്നിരുന്നാൽ പോലും ഒരു പക്ഷെ ഫുൾ ബാക്ക് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. നമുക്കൊന്ന് ഫിബനാച്ചി വെച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്ത് നോക്കാം. ഫിബനാച്ചി വെക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു 50%-ന് 61%-ന്റെ ഇടയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. 94.849ലേക്കാണ് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത്. എനിവേ, 50%-ലേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു എൻട്രിയിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞ പോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഇവിടം വരെയൊക്കെ ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈ വീഴുന്ന ക്യാൻഡിൽ, അതായത് ഇപ്പൊ ഒരു സ്ട്രോങ് ആയിട്ട് വീഴുന്ന ക്യാൻഡിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇംബാലൻസിലേക്ക് നമുക്ക് ഒരു ടാർഗറ്റ് കിട്ടാം.
അപ്പോൾ ഇത്രയാണ് എൻട്രി സാധ്യതകൾ പറയുന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുക്കണം. നല്ലൊരു കൺസോളിഡേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായ പുൾ ബാക്കുകളിലോ അല്ലെങ്കിൽ കൃത്യമായ റിജക്ഷനിലോ കൺഫർമേഷനോട് കൂടി എൻട്രി എടുക്കുക. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.